ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ അഹൂജയുടെ ഒരു പവർ ആംപ്ലിഫയർ ആണ് 500 വാട്ട്സിൻ്റെ ബൂസ്റ്റർ ആംപ്ലിഫയർ. അപ്പോൾ ഇത് ഷോർട്ടായിട്ടാണ് വന്നത്. അപ്പം നമുക്ക് ഇതിനകത്ത് മെയിൻ ബോർഡ് മാറിയും വേണം, അതേപോലെ ഇതിനകത്ത് ഡാമേജ് ആയിട്ടുള്ള കമ്പോണൻസ് എല്ലാം മാറി നമുക്ക് റെഡിയാക്കി എടുക്കണം. അപ്പോൾ കസ്റ്റമർ ഇതിനായിട്ട് നമുക്കൊരു മെയിൻ ബോർഡ് പുതിയത് കൊണ്ടുവന്നിട്ടുണ്ട്, ഡ്രൈവർ ബോർഡ് അഹൂജയുടെ 500 വാട്ട്സിൻ്റെ. അപ്പം ഇതിനകത്ത് നമുക്കിപ്പം നോക്കുമ്പം തന്നെ കാണാം, ഇതിനകത്തെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് പല വാല്യൂവിൽ പല സ്ഥലത്തും കിടക്കുന്നത്. ഒത്തിരി സർവീസ് ചെയ്ത് ആവശ്യമായ ഒരവസ്ഥയിലാണ് ഇപ്പോൾ അത്. അപ്പം ഇത് സൗണ്ട് ക്ലാരിറ്റി ഒന്നുമില്ല. ഇപ്പം ആൾറെഡി ഇത് ഷോർട്ടായിട്ടിരിക്കുകയാണ്. 2 ട്രാൻസിസ്റ്റർ ഷോർട്ടായിട്ട് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം നമുക്കിത് ഫുൾ അഴിച്ചിട്ട് ഈ ഔട്ട്പുട്ട് ട്രാൻസിസ്റ്റർ എല്ലാം മാറണം. അതേപോലെ തന്നെ നമുക്ക് ഡ്രൈവർ ബോർഡും ചേഞ്ച് ചെയ്യണം. അപ്പോൾ അതാണ് ഇന്നത്തെ വർക്ക്. നമുക്ക് അഹൂജയുടെ ഡ്രൈവർ ബോർഡ് എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്നും നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കമ്പനി ഒറിജിനൽ വരുന്ന ഡ്രൈവർ ബോർഡ്. ഈ ബോർഡ് വലിയ കംപ്ലൈൻ്റ് ഒന്നുമില്ല, ഈ ബോർഡ് തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതായിരുന്നു. ഇതിനകത്ത് റെസിസ്റ്റൻസൊക്കെ പല വാല്യൂസ് ചേഞ്ച് ചെയ്തിട്ടിട്ടുണ്ട്. ഈ ഡ്രൈവർ സെഷനിൽ വരുന്ന ചില റെസിസ്റ്റൻസൊക്കെ 33 ഓമിന് പകരം അഡ്ജസ്റ്റ് ചെയ്ത് 2 വാല്യൂ ഒക്കെ ഇട്ടാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ നമുക്കിത് സർവീസ് ചെയ്ത് വേണമെങ്കിൽ എടുക്കാവുന്നതായിരുന്നു. ഒറിജിനൽ ബോർഡ് തന്നെ നമുക്ക് വേണമെങ്കിൽ സർവീസ് ചെയ്ത് എടുക്കാമായിരുന്നു. അപ്പം ഇത് കൊണ്ടുവന്നതൊക്കെ പുതിയ ബോർഡ് ചെയ്യുന്നതിനോടാണ് താല്പര്യം. നമുക്ക് പുതിയ ബോർഡ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ആ ബോർഡ് തന്നെ നമുക്കിതിനകത്ത് പിടിപ്പിക്കാം. ആദ്യം നമുക്ക് ഡ്രൈവർ ബോർഡ് ചേഞ്ച് ചെയ്തതിന് ശേഷം ബാക്കി വർക്കിലേക്ക് കിടക്കാം. അപ്പം നമുക്ക് ഇതിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഡ്രൈവർ ബോർഡ് നോക്കാം. ഇതാണ് നമ്മുടെ കമ്പനി ഡ്രൈവർ ബോർഡ്. നമുക്ക് ഈ ബോർഡ് ചേഞ്ച് ചെയ്തിട്ട് വേണം പുതിയ ബോർഡ് കയറ്റാനായിട്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഇപ്പം ഇതിനകത്ത് പിടിപ്പിക്കാൻ പോകുന്ന ഡ്രൈവർ ബോർഡ്. ഇത് MB കളക്ഷൻ എന്ന് പറയുന്നൊരു കോഡാണ്. അപ്പം കൊണ്ടുവന്ന ആൾ തന്നെയാണ് ഇത് കൊണ്ടുവന്നത്. ഇപ്പോൾ ഇതിനകത്ത് എല്ലാ പോയിന്റുകളും ഇതിനകത്ത് തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട്. എമിറ്റർ പോയിന്റ്, ബേസ് പോയിന്റ്, പിന്നെ വോൾട്ടേജ്, ഇൻപുട്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് എല്ലാം, അതേപോലെ ആഡിയോ ഇൻപുട്ട് എല്ലാം തന്നെ ഈ ബോർഡിൽ നമുക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് പഴയ ബോർഡിൽ നിന്ന് വയറുകളെല്ലാം കണ്ടുപിടിച്ച് ഇതിനകത്തേക്ക് കണക്ട് ചെയ്താൽ മാത്രം മതി. നമുക്ക് കണക്ഷൻ എല്ലാം ഇതിനകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ടായതുകൊണ്ട് നമുക്ക് വളരെ കൺഫ്യൂഷൻ ഇല്ലാതെ തന്നെ ഏതൊരാൾക്കും പിടിപ്പിക്കാവുന്ന ഒരു ബോർഡാണ്. നമുക്ക് ഒറിജിനൽ ബോർഡിൻ്റെ ക്വാളിറ്റി ഒന്നും പറയാനില്ല, അത്യാവശ്യം നല്ലൊരു ബോർഡ് എന്ന് പറയാം. രണ്ടും സെയിം സർക്യൂട്ട് തന്നെ. കമ്പോണൻസൊക്കെ വലിയ ക്വാളിറ്റി ഉള്ളതല്ല, എന്നാലും കുഴപ്പമില്ല, വർക്ക് ചെയ്യുമായിരിക്കും. നമുക്ക് കണക്ട് ചെയ്ത് നോക്കാം. ഇതാണിപ്പം കൊണ്ടുവന്നിരിക്കുന്ന ബോർഡ്. ഇതിനകത്തെ കമ്പോണൻസൊക്കെ കണ്ടല്ലോ. ഇതാണ് MB കണക്ഷൻ്റെ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ബോർഡാണ്. ഇതിൻ്റെ 2 സൈഡിലും ഇതിൻ്റെ ഓരോ സോൾഡറിങ് പോയിൻറ്റും കറക്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഏത് ഔട്ട്പുട്ട്, ഇൻപുട്ട് എല്ലാം, എല്ലാ വോൾട്ടേജുകളും എല്ലാം കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് വന്നിട്ടുള്ള ഒരു ബോർഡാണ്. അതുകൊണ്ട് കുറച്ച് കൺഫ്യൂഷൻ നമുക്ക് ഒഴിവായി കിട്ടും. കറക്റ്റായിട്ട് ഓരോ വയറും കണ്ടുപിടിച്ച് കറക്റ്റായിട്ട് കണക്ട് ചെയ്താൽ മാത്രം മതി. അപ്പം ഞാനിവിടെ കണക്ഷനെല്ലാം കൊടുത്തു കഴിഞ്ഞു. പഴയ ബോർഡ് മാറ്റിയിട്ട് പുതിയ ബോർഡിനകത്തേക്ക് നമ്മുടെ ആംപ്ലിഫയറിൽ നിന്നുള്ള കണക്ഷനെല്ലാം കൊടുത്തു കഴിഞ്ഞു. നമുക്ക് അതിനകത്ത് ഓരോ കണക്ഷനും പരിചയപ്പെടാം. ആദ്യമായിട്ട് നമുക്ക് ഈ നീല വയർ നോക്കാം. നീല വയറും ഒരു ചുവന്ന വയറും ഒരു പോയിന്റിലാണ്, ചുവപ്പല്ല ഒരു ഓറഞ്ച് വയറും E2 എന്ന പോയിന്റിലാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. E2 വരുന്നത് നമ്മുടെ ഔട്ട്പുട്ട് ട്രാൻസിസ്റ്ററിൻ്റെ ട്രാൻസ്ഫോമറിലേക്ക് പോകുന്ന വയറിൽ നിന്നാണ് നമ്മൾ അതെടുക്കുന്നത്. നമ്മുടെ ബോർഡിലേക്കുള്ള ഫീഡ്ബാക്കായിട്ടാണ് ഇത് വരുന്നത്, ഡ്രൈവർ ബോർഡിലേക്ക്. ഔട്ട്പുട്ടിൻ്റെ നമ്മുടെ ഹൈ വോൾട്ടേജ് റെസിസ്റ്റൻസ് കഴിഞ്ഞിട്ടുള്ള ട്രാൻസ്ഫോമറിലേക്ക് പോകുന്ന ലൈനിൽ നിന്നുള്ള ഒരു ലൈനാണ് E2 എന്ന് പറയുന്ന ഈ ലൈന്. 2 സൈഡിൽ നിന്നുണ്ട്. E1 ഇപ്പുറത്തെ സൈഡിലെ ട്രാൻസിസ്റ്ററിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു ഓറഞ്ച് വയർ കൊടുത്തിട്ടുണ്ട്.
രണ്ടും ഒരു പോയിന്റിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. ആ ഓറഞ്ച് വയർ നമ്മുടെ വി യു മീറ്ററിലേക്കാണ് വരുന്നത്. വി യു മീറ്ററിനകത്ത് നമുക്ക് സിഗ്നൽ ഇൻപുട്ടായിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഫ്രണ്ടിലെ അഹൂജയുടെ ഫ്രണ്ടിലെ LED വി യു മീറ്റർ ഉണ്ടല്ലോ, അതിനുള്ള കണക്ഷനായിട്ടാണ് അത് പോയിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ അടുത്ത മഞ്ഞ വയർ നമ്മുടെ ആ സൈഡിൽ തന്നെ E20 ആ സൈഡിൽ തന്നെ നമ്മുടെ ബേസ് ട്രാൻസിസ്റ്ററിൻ്റെ ബേസ് കണക്ഷൻ ബയസ് വോൾട്ടേജ് പോകുന്നതാണ്. അത് മഞ്ഞ വയർ. അത് കഴിഞ്ഞിട്ട് അടുത്ത വരുന്നതാണ് ബ്ലാക്ക് വയർ വരുന്നുണ്ട്. ആ ബ്ലാക്ക് വയർ കോമൺ ഗ്രൗണ്ടാണ്. നമ്മുടെ കോമൺ ഗ്രൗണ്ട് പോയിന്റിലേക്കാണ് അത് പോകുന്നത്. അടുത്തത് നമ്മുടെ ബ്ലാക്ക് വയർ ഒരു കോമൺ ഗ്രൗണ്ട് വരുന്നുണ്ട്. ഒരു റിങ് പോലൊരു സാധനത്തിനകത്താണ് കോമൺ ആയിട്ട് എല്ലാ ഗ്രൗണ്ടും കൊടുത്തിരിക്കുന്നത്, നെഗറ്റീവ് പോയിന്റ്. അടുത്തത് വൈറ്റ് വയർ. ആ വൈറ്റ് വയർ ഇതിപ്പോൾ ഞാൻ കാണിക്കുന്ന ആഡിയോ ഇൻ പോയിൻ്റാണ്. ഗ്രൗണ്ടും പിന്നെ ആഡിയോ ഇന്നും വരുന്നത് അവിടെയുള്ള ഒരു ഷീൽഡ് വയറായിട്ടാണ് വരുന്നത്. പിന്നെ അടുത്ത് നമ്മൾ വൈറ്റ് വയർ നോക്കുകയാണ്. വൈറ്റ് വയർ അത് നമ്മൾ ഇതിൻ്റെ ബോർഡിൻ്റെ മെയിൻ സപ്ലൈ ഇൻപുട്ടായിട്ടാണ് വരുന്നത്. അത് നമ്മളൊരു ബ്രിഡ്ജ് റെക്ടിഫയറിൽ നിന്നാണ് എടുക്കുന്നത്. ആ ബ്രിഡ്ജ് റെക്ടിഫയർ കൊടുത്തിരിക്കുന്നത് നമ്മുടെ 36 വോൾട്ട് ലൈനിനകത്താണ്. 36 വോൾട്ട് ബാക്കിൽ ഇൻപുട്ട് കൊടുക്കുന്നതിനകത്ത് നിന്നാണ് അത് വരുന്നത്. അത് നമ്മുടെ ബോർഡിൻ്റെ മെയിൻ പവർ സപ്ലൈ ഇൻപുട്ടാണ് ഡ്രൈവർ ബോർഡിലേക്ക് വരുന്നത്. അതേപോലെ അടുത്ത ഓറഞ്ച് വയറാണ്. അത് B1 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ഓറഞ്ച് വയർ. അത് കഴിഞ്ഞിട്ട് അടുത്ത E2, അത് ഈ സൈഡിലെ എമിറ്റർ വയർ. അടുത്ത വരുന്ന ഒരു റെഡ് വയർ വരുന്നുണ്ട്. റെഡ് വയർ നമ്മുടെ ഈ ട്രാൻസിസ്റ്ററിൽ നിന്ന് ഉള്ള വോൾട്ടേജ് ലിങ്ക് ചെയ്തെടുത്തിരിക്കുകയാണ് ബോർഡിലേക്ക്. അത് റെഗുലേറ്റിംഗ് ICയിലേക്ക് പോയിട്ട് നമ്മൾ BT ബോർഡിനും പിന്നെ ഇവിടുന്ന് ഒരു സപ്ലൈ എടുത്ത് നമുക്ക് മൈക്ക് പ്രീ ഉണ്ടെങ്കിൽ അതിനൊക്കെ കൊടുക്കാനായിട്ടുള്ള പോയിൻ്റാണത്. ഈ ബോർഡിൻ്റെ മൂലയ്ക്കാണെന്ന് ആ റെഡ് വയർ കണക്ട് ചെയ്തേക്കുന്നുണ്ടോ, ഈ റെഡ് വയർ. ആ റെഡ് വയർ നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ഫ്രണ്ടിലെ പാനലിലുള്ള സപ്ലൈയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഡ്രൈവർ ബോർഡിനകത്ത് വരുന്ന മെയിൻ കണക്ഷൻ. എല്ലാ കണക്ഷനും ഒരുവിധം എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. നമ്മൾ ഡ്രൈവർ ബോർഡിൻ്റെ കണക്ഷനെല്ലാം കൊടുത്തു കഴിഞ്ഞ് ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഔട്ട്പുട്ടിൽ വരുന്ന ഹൈ വോൾട്ടേജ് റെസിസ്റ്റൻസ് എല്ലാം മാറ്റണം. നമ്മളതിനായിട്ട് അഴിച്ചപ്പം തന്നെ നമ്മൾ കണ്ടത് നമ്മുടെ ഹൈ വോൾട്ടേജ് ലൈൻ പോകുന്ന ഭാഗം പ്രിൻ്റൊക്കെ കത്തിയിരിക്കുമായിരുന്നു. അതേപോലെ ഒരു റെസിസ്റ്റർ ബേണായിട്ട് ഇരുന്നതാണ്. അങ്ങനെ ഇപ്പം 6 ട്രാൻസിസ്റ്റർ ഉള്ളത് ഒരു സൈഡിൽ 2 ട്രാൻസിസ്റ്റർ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളായിരുന്നു. അങ്ങനത്തെ അവസ്ഥയായിരുന്നു. നമ്മൾ ഹൈ വാട്ടേജ് റെസിസ്റ്റൻസ് എല്ലാം മാറുകയാണ്. പുതിയത് 10 വാട്ട് 3.3 ഓമിൻ്റെ റെസിസ്റ്റൻസ് മാറുകയാണ്. ഇതിനകത്ത് ഒറിജിനൽ കിടന്നത് 3.9 ആയിരുന്നു. പക്ഷേ മാർക്കറ്റിൽ ഇപ്പം ഒത്തിരി ശ്രമിച്ചു, 3.9 നോക്കിയിട്ട് കിട്ടിയില്ല. നമുക്ക് കിട്ടിയത് 3.3 ആണ്. 3.3 വെച്ച് എല്ലാ ട്രാൻസിസ്റ്ററിൻ്റെയും ഹൈ വാട്ടേജ് റെസിസ്റ്റൻസ് 3.3 വെച്ച് നമ്മൾ റീപ്ലേസ് ചെയ്യണം. അപ്പം 2 സൈഡിലായിട്ട് 12 റെസിസ്റ്റൻസ് വരും. 12 റെസിസ്റ്റൻസും പുതിയത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. ഒരു സൈഡിൽ 6 ട്രാൻസിസ്റ്ററാണ് വരുന്നത്. അപ്പം അങ്ങനെ 2 സൈഡിലും കൂടെ 12 എണ്ണം നമ്മൾ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞു. അപ്പം ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. നമ്മളെല്ലാം മാറ്റി. ഇനി നമുക്ക് ടെസ്റ്റിങ്ങിലേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പ് നമ്മളതിൻ്റെ ബയാസ് വോൾട്ടേജ് 0.5 വോൾട്ട് സെറ്റ് ചെയ്തായിരുന്നു. ബയാസ് വോൾട്ടേജ് സെറ്റ് ചെയ്യുന്ന പ്രീസെറ്റ് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ 0.5 വോൾട്ടാണ് ഞാൻ സെറ്റ് ചെയ്തിരുന്നത്. ഇതിനകത്തെ ഫിൽറ്റർ കപ്പാസിറ്ററൊക്കെ ഇതേപോലെ ടൈ വെച്ച് കെട്ടി വെച്ചിരിക്കുകയാണ്. കപ്പാസിറ്റർ കംപ്ലൈൻ്റ് ഒന്നുമില്ല, സ്ട്രോങ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ പിന്നെ അത് തൊടാൻ പോയിട്ടില്ല. കപ്പാസിറ്റർ നല്ല കപ്പാസിറ്ററാണ്. പിന്നെ ഇതിനകത്ത് ഓവർലോഡ് സ്വിച്ച് ഷോർട്ട് ചെയ്തിട്ടിരുന്നതായിരുന്നു. അപ്പോൾ അത് മാറിയിട്ട് നമുക്ക് പുതിയ ഓവർലോഡ് പിടിപ്പിക്കണം. ഇപ്പോൾ ഓവർലോഡ് ആ ഷോർട്ട് ചെയ്തിട്ടിരുന്ന കമ്പി ഷോർട്ടായിട്ട് അത് ഫ്യൂസ് മാതിരി ഉരുകി പോയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഓവർലോഡ് സ്വിച്ചിൻ്റെ അവസ്ഥ. ഓവർലോഡ് സ്വിച്ച് പുതിയത് 20 ആമ്പിയറിൻ്റെ ഓവർലോഡ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അത് റീപ്ലേസ് ചെയ്യണം. ഓവർലോഡ് ഇല്ലാതെ ഈ ആംപ്ലിഫയറുകൾ ഉപയോഗിക്കുന്ന പെട്ടെന്ന് വേറെ ട്രാക്കൊക്കെ കത്തിപ്പോകാനും ഡാമേജ് ആവാനും സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് എപ്പോഴും പ്രോപ്പറായിട്ടുള്ള ഓവർലോഡ് തന്നെ ഉപയോഗിക്കണം. 20 ആമ്പിയറിൻ്റെയാണ് സാധാരണ നമ്മൾ 500ൻ്റെ ആംപ്ലിഫയറുടെ വരുന്നത്. അപ്പം 20 ആമ്പിയറിൻ്റെ ഒരു ഓവർലോഡ് റീപ്ലേസ് ചെയ്യുകയാണ്.
നമ്മളിവിടെ ക്ലിപ്പ് ഉപയോഗിച്ചാണ് പുതിയ ഓവർലോഡ് പിടിപ്പിച്ച് മറ്റേ സോൾഡർ ചെയ്ത് ഒരു പരുവായിട്ടിരുന്നതായിരുന്നു. ഇത്രയും വയർ അതിനകത്ത് പിടിപ്പിക്കുമ്പോഴത്തേക്ക് വയറെല്ലാം പോയിരുന്നതാണ്. അപ്പം പുതിയ ക്ലിപ്പ് ഉപയോഗിച്ച് നമ്മൾ ഓവർലോഡ് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞു. ഫ്രണ്ട് പാനലൊക്കെ അഴിച്ച് കൂളിംഗ് കൺട്രോളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഡയറക്റ്റ് ഇതിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞ് ഇനി ടെസ്റ്റ് ചെയ്താൽ മാത്രം മതി. ബയസ് വോൾട്ടേജ് എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഫ്രണ്ട് പാനലെല്ലാം പിടിപ്പിച്ച് കസ്റ്റമറിന് കൊടുക്കാനുള്ള പരുവത്തിലായിട്ടുണ്ട്. സമയക്കുറവ് കാരണവും പിന്നെ കോപ്പിറൈറ്റിൻ്റെ വിഷയം കാരണവും ആഡിയോ കൊടുത്തുള്ള വീഡിയോ എടുക്കാൻ സാധിച്ചില്ല. അപ്പം നമ്മൾ ഡയറക്റ്റ് പിന്നുകുത്തിയിട്ട് കൈകൊണ്ട് തൊട്ട് സിഗ്നൽ കാണുന്നത്. അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പം ബൈ.